എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വിലക്കുറവിൽ ലഭിക്കാവുന്ന 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 2018-ലെയും 2019-ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അതായത് കളമശ്ശേരി, ആലുവ, തൃപ്പൂണിത്തുറ, ഇടപ്പള്ളി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ എന്നിവേണ്ട എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ഈസി ആയിട്ട് പോകാവുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല നല്ല സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഈ ഒരു വില്ലയിൽ ഈ ഒരു വീട് മാത്രമേ ഇനി നമുക്ക് സെയിലിനായുള്ളൂ. ഒരു കോർണർ പ്ലോട്ടിൽ നിൽക്കുന്ന വീടായതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ലഭിക്കുന്നുണ്ട്. 5 മീറ്ററോളം വീതി വരുന്ന റോഡുകൾ കാണാം. ചുറ്റുമതിലെല്ലാം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിലും തുറക്കാവുന്ന രീതിയിലാണ് ഫ്രണ്ട് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. 2 സൈഡിലും ഗേറ്റ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് ഇട്ടിരിക്കുകയാണ്. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. കയറി വരുന്നത് കവേഡോടുകൂടി വരുന്നൊരു കാർ പോർച്ചിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കാർ പോർച്ച് തന്നെയാണ്. ഇൻ്റർലോക്ക് കട്ടകളെല്ലാം വിരിച്ച് മനോഹരമാക്കിയൊരു മുറ്റം നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെയെല്ലാം ഏകദേശം ഒരു 2 മീറ്ററോളം വീതി വരുന്ന മുറ്റമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ചുറ്റുഭാഗങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായാണ്. അതായത് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനും കൂടാതെ ഫ്രണ്ടിൻ്റെ ഡയറക്ഷനും വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. 100% വാസ്തുശാസ്ത്രപ്രകാരം വീട് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു സിറ്റ് ഔട്ട് കാണാം. സിറ്റ് ഔട്ടിൽ നല്ലൊരു സീലിംഗ് ഫാൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി മനോഹരമായ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ മുകളിൽ 1ാമത്തെ നിലയിൽ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ആഞ്ഞിലിയും മഹാഗണിയുമാണ് മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. 2 സൈഡിലേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഡോറാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. ഡോർ തുറന്ന് കയറി വരുന്ന വിശാലമായൊരു ലിവിംഗ് ഹാളിലേക്കാണ്. നല്ല മനോഹരമായൊരു ലിവിംഗ് ഹാൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകളും BLDC ഫാനെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോർണർ സെറ്റിട്ടിരിക്കാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ലിവിംഗ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം നല്ല രീതിയിലുള്ള പാർട്ടീഷനെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ ലിവിംഗ് ഹാളിൻ്റെ സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഡൈനിങ് ഹാളിലാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ ലഭിക്കുന്നുണ്ട്. 8 സീറ്ററോ 10 സീറ്ററോ പ്ലേസ് ചെയ്യാവുന്നൊരു സ്പേസ് ഇവിടെ ലഭ്യമാണ്. ഇവിടെയായി നല്ലൊരു TV യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കോർണറിലായി നല്ലൊരു വാഷ് കൗണ്ടർ ഏരിയയും കൊടുത്തിട്ടുണ്ട്. നല്ല ടേബിൾ ടോപ്പോടുകൂടി വരുന്നൊരു വാഷ് കൗണ്ടർ തന്നെയാണ്. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളെല്ലാം ഈ ഡൈനിങ് ഹാളിൽ നമുക്കും കാണാൻ കഴിയും. ഇവിടെ നിന്നും ഇനി നമുക്ക് പ്രവേശിക്കേണ്ടത് ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ്. തൊട്ട് ചേർന്ന ഡോറിലൂടെ നമുക്ക് കിച്ചണിലേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. ഈ ഒരു കിച്ചണിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിങ്ങിൽ വരുന്ന മാറ്റ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വീടിൻ്റെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂം ഏകദേശം ഒരു 150 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വിശാലമായൊരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ സീലിംഗ് ഫാനും കാണാൻ കഴിയും. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്താണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്ന രീതിയിലാണ് നിർമ്മാണം. ഇവിടെയാണ് ഈ വീടിൻ്റെ ബാത്റൂം വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെ ഇവിടെ കാണാം. സെറ ബ്രാൻഡാണ് ഇവിടെ ബാത്റൂം ഫിറ്റിംഗ്സിനും സാനിറ്ററീസിനുമായി ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെ ഇൻവെർട്ടർ വെക്കാവുന്ന പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്റ്റോറേജ് സ്പേസും ലഭിക്കുന്നുണ്ട്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പ് കയറി വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം ലഭിക്കുന്ന രീതിയിൽ സ്റ്റെയറിൻ്റെ ഭാഗത്ത് നല്ലൊരു ഓപ്പൺ വേ ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോളാണ് മുകളിലെ നിലയിൽ ലഭിക്കുക. മുകളിലെ നിലയിൽ 3 ബെഡ്റൂം വരുന്നുണ്ട്. അതായത് ഒരു സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു റൂമാണ് ഇവിടെ ലഭ്യമാവുക. അതിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്ത റൂം തന്നെയാണ്. ഇതിനും അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇതിന് അഡീഷണലായിട്ട് ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്ന ഒരു ഡോർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നുമാണ് നമ്മൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം.
മുകളിലെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതും അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ 3 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ റൂമിലേക്ക് വരാം. അതും അത്യാവശ്യം വലിപ്പമുള്ള റൂം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അതും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി 4.300 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 77 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.